കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞാനിവിടെ വാതിക്കൽ വെറുതെ എന്തോ കളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ബേസിക്കലി ഞാൻ എക്സ്ട്രോവേർട്ടായിരുന്നു ശരിക്കും. കുഞ്ഞിലെ ഇപ്പോൾ നമ്മൾ അമ്പലപ്പറമ്പ് ഉത്സവത്തിന് പോകും, ഇവിടെ ഗാനമേള ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അറ്റൻഷൻ സീക്കിങ് എല്ലാം ആക്ടേഴ്സിലും ഉണ്ട് ശരിക്കും. സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നുള്ള പരിപാടി. അപ്പോൾ ഗാനമേളയൊക്കെ നടക്കുമ്പോൾ നമ്മളവിടെ ഡാൻസൊക്കെ കളിക്കും. അങ്ങനെ കുറച്ച് എക്സ്ട്രോവേർട്ടായിരുന്നു. അപ്പോൾ എൻ്റെ നെയ്ബർ ഒരാൾ ഇതേപോലെ ബാലസംഘത്തിൻ്റെ ഒരു കലാജാഥയുണ്ട്, ഓണപ്പറവ എന്നുണ്ട്, ഓണത്തിൻ്റെ വെക്കേഷൻ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതേപോലെ ഒരു പരിപാടി ഉണ്ട്, നാടകം കളിക്കാം, പാട്ടൊക്കെ പാടാം, അപ്പോൾ വരണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിലായിരുന്നു. അപ്പോഴും വീട്ടുകാർ പറഞ്ഞു പോയിക്കോ, നിനക്ക് പോകണമെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞു. ശരിക്കും അവിടെ പോയപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ 4ാം ക്ലാസ്സിൽ വെച്ച് തന്നെ തീരുമാനിച്ചു. കാര്യം ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ തന്നെ സ്റ്റേജിൽ എനിക്കും അറിഞ്ഞുകൂടാ ഞാൻ എന്താ ചെയ്യണമെന്നൊന്നും. പക്ഷെ ആളുകൾക്കൊരു കൗതുകമൊക്കെ ആയിരുന്നു തോന്നുന്നു. കൊച്ചുകുട്ടിയല്ലേ, നമ്മൾ അംഗീകരിക്കപ്പെടുക, നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുക, പിന്നെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ സാധിക്കുക. ശരിക്കും ഇതെല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോഴാണ്. അത് നാടകമാകട്ടെ സിനിമയാകട്ടെ എന്തുമായി ആയിക്കൊള്ളട്ടെ. അപ്പോൾ അതിൽ നിന്ന് ലഭിച്ചൊരു സന്തോഷം നമുക്ക് വേറെ ഒന്നിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അപ്പം അന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു എനിക്ക് ഫ്യൂച്ചറിലായി കഴിഞ്ഞാലും എനിക്ക് ചെയ്യേണ്ടത് ഇതാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നതിനും എല്ലാത്തിനും റീസൺ വീട്ടുകാരായി. കാര്യം എനിക്കൊരുപാട് സുഹൃത്തുക്കളെ അറിയാം, എന്നേലും കഴിവുള്ള ആളുകൾ, അല്ലെങ്കിൽ ഞാൻ അവരുടെ മുമ്പിലൊന്നുമല്ല ശരിക്കും അത്രയും കഴിവുള്ള ആക്ടേഴ്സ് ആയി കഴിഞ്ഞാലും സിംഗേഴ്സ് ആയി കഴിഞ്ഞാലും. പക്ഷെ അവരെല്ലാം വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി എഞ്ചിനീയറും ഡോക്ടറൊക്കെ ആയിട്ട് അവരുടെ ജീവിതം അവസാനിക്കുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അച്ഛനും അമ്മയാണ് ശരിക്കും. കാര്യം എന്നാൽ അവർക്കൊരു ആർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. പക്ഷേ എന്നെ ആയിക്കൊള്ളട്ടെ, എൻ്റെ ചേട്ടനായിക്കൊള്ളട്ടെ, ചേച്ചനായിക്കൊള്ളട്ടെ, അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ അവർ അനുവദിച്ചു. ഞാൻ കൊച്ചിലെ മുതൽ ഈ കലാജാഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ യാത്ര ചെയ്തു, 4ാം ക്ലാസ് മുതലൊക്കെ തന്നെ. അപ്പോൾ ഭയങ്കര ഫ്രീഡമാണ്. ഇപ്പോൾ എനിക്ക് എവിടെയും പോകാം, യാത്ര ചെയ്യാം, എന്തും ചെയ്യാം. എന്നൊരിക്കലും ഒരു ചെയിനിലാക്കിയിട്ടില്ല ഇവർ. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് വീട്ടുകാരുടെ സപ്പോർട്ടാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നാടകം എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനൊരു 10 വർഷത്തോളം, ഇപ്പോഴും ഞാൻ നാടകം കളിക്കുന്നുണ്ട്. ഒരു 5 വർഷം ഞാൻ സീരിയസ് ആയിട്ട് തിയേറ്റർ ചെയ്തിരുന്നു, അതായത് എൻ്റെ ഗ്രാജുവേഷൻ തുടങ്ങിയത് മുതൽ. അപ്പോൾ ഈ നാടകം കളിക്കുമ്പോൾ ഈ സിനിമയുടെ ഗ്ലാമർ ഇല്ല, പൈസ ഇല്ല, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ആളുകളോ നമ്മളെക്കുറിച്ച് നല്ല പറയാൻ ആളുകളൊന്നുമില്ല. അപ്പോഴും നാടകം കളിക്കുമ്പോൾ നാടകം കാണാൻ വന്നിരുന്നത് 2 പേരാണ്, എൻ്റെ അച്ഛനും അമ്മയാണ്. വേറെ ആരും ഉണ്ടായിട്ടില്ല. ഇപ്പം സിനിമയിൽ വരുന്നു അല്ലെങ്കിൽ കുറച്ച് സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ബന്ധുക്കാരും ഒരുപാട് ആളുകളുണ്ട് ആ സിനിമ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നാടകം കളിക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നാടകം കളിക്കുമ്പോൾ എന്നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത ആളുകൾ പിന്നീട് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായിരുന്നു. കാര്യം എൻ്റെയും ഒരു ഡ്രീമായിരുന്നു, ഒരു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഒരു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എൻ്റെ ഒരു ഡ്രീമായിരുന്നു. ശരിക്കും നാടകത്തിന് ശരിക്കും ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എല്ലാത്തിനും ക്രെഡിറ്റ് നാടകമാണ്. തിയേറ്ററാണ് എൻ്റെ സ്കൂള്. ഞാനൊരു നാടക നടനായിരുന്നു, നാടക നടനാണ്, നടനായിരിക്കും. ലൈക്ക് ഞാൻ ഒരു പക്ഷേ ഞാൻ മരിക്കുന്നവരെ നാടകം കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പലപ്പോഴും നമ്മൾ ഒരു 35 ദിവസം 45 ദിവസമൊക്കെ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മരവിപ്പൊക്കെ അനുഭവപ്പെടും. അതിൽ നിന്നുള്ളൊരു മുക്തി കിട്ടുക തീർച്ചയായിട്ടും നാടകത്തിൻ്റെ ഭാഗമാകുമ്പോഴൊക്കെയാണ്. പക്ഷേ വേറൊരു ആംഗിളിൽ നമ്മൾക്ക് ഈ ശരിക്കും മീഡിയം അറിയുക എന്ന് പറഞ്ഞാൽ സിനിമ വേറെ മീഡിയമാണ്, നാടകം വേറെ മീഡിയമാണ്, അഭിനയം ഒന്ന് തന്നെയാണ്. പക്ഷേ മീഡിയത്തിന് വേണ്ടി അഭിനയിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പിന്നെ അപ്പം എനിക്ക് കൊച്ചിലെ മുതലേ, അതായത് ഞാൻ നാടകം സീരിയസ് ആയി കാണുന്നത് ഗ്രാജുവേഷൻ ടൈം മുതലൊക്കെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലൊക്കെ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. പക്ഷേ ഒരിക്കലും അവിടെ പോകാനുള്ള ഒരു അർഹത അല്ലെങ്കിൽ അവിടെ ഒരു അഡ്മിഷൻ കിട്ടുക എന്നുള്ളൊരു അർഹത എനിക്കുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാര്യം നസ്രുദ്ദീൻ ഷാ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്, ഷബാന ആസ്മി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ ഓംപുരി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ എന്നെപ്പോലത്തെ ചെറിയൊരാൾക്ക് അവിടെ സ്പേസ് ഇല്ല ശരിക്കും. പ്രത്യേകിച്ച് ഞാനൊരു മലയാളി, എനിക്ക് ഭാഷ അറിഞ്ഞുകൂടാ, എനിക്ക് സിനിമയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എൻ്റെ അച്ഛൻ സാധാരണ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇത് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ സ്വപ്നമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ദൈവാനുഗ്രഹം അന്നും ഇന്നും എന്നും എൻ്റെ ഒപ്പം ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നു എനിക്ക് എന്തായാലും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടി അതോറിറ്റിയുള്ളൊരു സ്ഥലത്ത് പോയി പഠിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ഒരു പരിമിതിയാണ് ശരിക്കും. എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഒരു പാട്ട് പാടുന്ന ആളില്ലല്ലോ, എന്നെ ആര് സപ്പോർട്ട് ചെയ്യും? എനിക്കാണെങ്കിൽ കാഴ്ചയിലാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കഴിവുള്ള ഒരാളല്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പരിമിതികൾ എനിക്കുണ്ട്. അപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും എനിക്കൊരു അഡ്രസ്സായിരിക്കും. ഞാൻ എവിടെ പോയിട്ട്, അതായത് ഇപ്പോൾ മലയാളം സിനിമ ഇൻഡസ്ട്രി എന്നല്ല,
സൗത്ത് ഇന്ത്യയിലോ നോർത്ത് ഇന്ത്യയിലോ ഈവൻ ഹോളിവുഡിൽ പോയി കഴിഞ്ഞാലും ഞാൻ FTI ഗ്രാജുവേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെനിക്കൊരു അവസരം തരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏറ്റവും ചുരുങ്ങിയ പക്ഷേ എനിക്കൊരു കസേര തരും അവർ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ഉണ്ടല്ലോ, ഞാൻ എന്തും, അത് സിനിമ ആയിക്കൊള്ളട്ടെ ജീവിതമായിക്കൊള്ളട്ടെ, എന്തും പോസിറ്റീവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ഇപ്പോൾ എനിക്ക് പൊതുവെ ഞാൻ എൻ്റെ കരിയറിൽ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഞാൻ തുടങ്ങിയത് ഋതു എന്ന് പറയുന്ന സിനിമയിൽ ഒരു സീനുള്ള കഥാപാത്രം ചെയ്തിട്ടാണ്. ഇപ്പോൾ ഞാൻ ലീഡായിട്ടുള്ള സിനിമകൾ 1-2 സിനിമ ചെയ്തു. റസ്പുട്ടിൻ ചെയ്തു, അല്ലെങ്കിൽ 7th ഡേ എന്ന് പറയുന്ന ഇപ്പോൾ റിലീസാകാൻ പോകുന്ന സിനിമയിൽ പൃഥ്വിരാജിൻ്റെ, അതായത് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയിൽ എനിക്ക് നല്ല സ്പേസ് ഉണ്ട്. സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ഞാനുണ്ട്. അൻവർ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ പൃഥ്വിരാജ് നായകനായപ്പോൾ ഞാനൊരു സീനാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ കരിയറിൽ ഗ്രോത്ത് കാണുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, അതായത് നിൻ്റെ ഒപ്പം കരിയർ സ്റ്റാർട്ട് ചെയ്ത ആളുകൾ വേറെ ലെവലിലേക്കൊക്കെ എത്തിയല്ലോ. അപ്പോൾ ഞാനൊരിക്കലും, അതായത് ഞാൻ ടാർഗറ്റ് ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ ഇത്ര നാൾ കൊണ്ട് ഞാൻ വലിയ നടനാകാമെന്നോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഷട്ടർ പോലെ ഒരു സിനിമ സംഭവിച്ചു അല്ലേ. എന്നെപ്പോലത്തെ ഒരാളെ ഒരിക്കലും അത്തരം ഒരു കഥാപാത്രത്തിന് കാസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ്. കാര്യം സിനിമയിൽ ഒരു ടെൻഡൻസി ഉണ്ട് ശരിക്കും. ഇപ്പം അപൂർവരാഗമാണ് ജീവിതത്തിൽ ബ്രേക്ക് എന്ന സിനിമ. എനിക്ക് സിബി സാറിനോട് എന്നും നന്ദിയുണ്ട് ശരിക്കും. കാര്യം ഒന്നുമില്ലാതെ നമ്മളെ പിടിച്ചിട്ട് സിനിമയിലെ മുഖ്യ 3 കഥാപാത്രങ്ങൾ ഒരാളാക്കുക, അതും സ്ട്രോങ് വില്ലനാക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം എനിക്ക് വന്ന സിനിമകളെല്ലാം ഞാൻ വില്ലൻ വേഷമായിരുന്നു ശരിക്കും. അത് നാരായണൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലേ. പക്ഷേ വന്നതൊക്കെ മോശം വില്ലനായിരുന്നു. കാര്യം ഇൻഡസ്ട്രിയിലൊരു പ്രവണതയുണ്ട്, അതായത് നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. ശരിക്കും ഞാൻ എന്നെ നോക്കിക്കാണുന്നത്, ഇത് നമ്മൾ നാടകം ചെയ്തതിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ടും നമ്മൾ മോൾഡബിളാണ് ശരിക്കും. ഞാൻ ഒരു നടൻ എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും ഒരു ക്ലേ ആണ്. എന്നെ ഒരു സംവിധായകന് ഏത് തരത്തിലും മോൾഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അത്തരം നല്ലൊരു കഥാപാത്രം എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവും, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി എത്രത്തോളം ഹോംവർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാനൊരു നടൻ എന്നുള്ള തരത്തിൽ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങൾ, പല തരത്തിലെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ. അപ്പോൾ സിനിമയിൽ തീർച്ചയായിട്ടും ഒരു ടെൻഡൻസി ഉണ്ട്, നമ്മളതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള പോലെ ഇരിക്കും. പക്ഷേ എന്നിട്ടും ഇപ്പോൾ നമ്മളെടുത്തു കഴിഞ്ഞപ്പോൾ തീവ്രം വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയും കഥാപാത്രവുമായിരുന്നു. ഷട്ടർ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. പ്രഭുവിൻ്റെ മകൾ അതിൽ നിന്ന് വ്യത്യസ്തം, അല്ലെങ്കിൽ അപൂർവരാഗം. ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളിലെല്ലാം എൻ്റെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എത്രത്തോളം വ്യത്യസ്തമായിട്ട് അഭിനയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവിൽ നിന്നുകൊണ്ട് എത്രത്തോളം ക്യാരക്ടറൈസേഷൻ ചെയ്യാൻ സാധിക്കും, അതൊക്കെ ഞാൻ തീർച്ചയായിട്ടും ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ള ആശ്രയിച്ചിരിക്കും എൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഒരു നടൻ്റെ അതായത് ഇയാൾക്ക് കഴിവുണ്ടോ, ഇയാൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടോ, അല്ലെങ്കിൽ ഇയാളെ ഏത് പ്ലാറ്റ്ഫോമിലും ഏത് സ്പേസിലും കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആലോചന ഉണ്ടല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം മെമ്മറീസ് എന്ന് പറഞ്ഞ സിനിമയിൽ, അല്ലെങ്കിൽ ദൃശ്യം പോലത്തെ സിനിമകളിൽ ജിത്തു ജോസഫ് ശരിക്കും നെഗറ്റീവായി വെച്ച് ഷാജുണ്ണാണ് ശരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഡയറക്ടറിൻ്റെ കോൺഫിഡൻസ് ആണ് ആക്ടറിലെ. അതുകൊണ്ടിട്ട് ലൈക്ക് ആ ആക്ടർ അത് മീറ്റ് ചെയ്തല്ലോ. എന്നിലൊരാൾ അത്ര വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് ഹാർഡ് വർക്ക് ചെയ്യും, നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇവിടെ പൊതുവെ കഥാപാത്രങ്ങളെ ബ്ലാക്കും വൈറ്റുമായിട്ട് കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ സിനിമകളിൽ അതിന് മാറ്റങ്ങൾ വരുന്നു ശരിക്കും അല്ലേ. ഇപ്പോൾ കൂടുതൽ ഗ്രേ ഷെയ്ഡ്സ് ഉള്ള കഥാപാത്രങ്ങളാണ്. ഇപ്പോൾ നായകനായി കഴിഞ്ഞാലും നായകൻ്റെ ഒരു ഗ്രേ ഷെയ്ഡും അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്ലാക്ക് സൈഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ വരട്ടെ, പുതിയ നല്ല സിനിമകളുണ്ടാവട്ടെ, നല്ല കഥാപാത്രങ്ങളുണ്ടാവട്ടെ.